ലാ 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 മുണമുണക്കണ പെണ്ണ് ഞാൻ കയറിയാം പോകട്ടെ ബാക്കാരി ഇനക്കിക്കോ ഇനക്കിക്കോ ഈനക്കിക്കോ ഈനക്കിക്കോ കഴിഞ്ഞായിരുന്നു ഇനക്കിക്കോ അതല്ലേ ഇത് പ്രീവാറല്ലേ ഇത് ഇനിഷ്യല് കഴിഞ്ഞായിരുന്നു. നീ കൈവക്ക് നിങ്ങള് സോമാക്സ് എന്ന് പറഞ്ഞ ഒരാളെ അടിച്ചിട്ടായിരുന്നോ? അപ്പൊ ഇനിഷ്യല് കഴിഞ്ഞു. അത് നീ പറഞ്ഞാ മതിയോ? അത് നീ പറഞ്ഞാ മതിയോ? അവൻ നിന്റെ ഗ്യാങ്ങാണെന്ന് എനിക്കറിയില്ലല്ലോ. അത് നിന്റെ ഗ്യാങ്ങാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അത് നിന്റെ ഗ്യാങ്ങാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ സൊറാക്സ് അവൻ പറഞ്ഞില്ല. അവൻ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ മോനെ ഇത് പഴയല്ല കേരള നീ കഴിഞ്ഞ് നിന്നെ എടുക്കുന്നേ നീ കേട്ടേ പറ്റത്തുള്ളൂ. മോനെ കൊണക്കാതെ നീ അടിച്ചിട്ട് കഴിഞ്ഞു. പട്ടത്തിൽ പറഞ്ഞ നിനക്ക് കേട്ടൂടെ? സിറ്റുവേഷൻ ആണോ സാറേ? ഹയർ ഓഫീസിൽ അവിടെ മാറിയിട്ടുണ്ട്. ഉരുട്ടുള്ളിയാടാ നിങ്ങളുടെ കഴിവുകേട് മനസ്സിലായോ? അവന്റെ പേര് അവന്റെ പേര് നീ തോക്കൊന്നും എടുത്തില്ലല്ലേ? നീ തോക്കെടുത്ത് വെച്ച് പി പി ഊതിക്കൊണ്ടാണല്ലോ വരുന്നത്. നിങ്ങൾ തന്നെയാണ് ഫസ്റ്റ് അടിച്ചത്. ഇനീഷ്യൽ തേങ്ങയിൽ നിങ്ങളെ നോക്കണം. നിങ്ങളാണ് ഫസ്റ്റ് അടിച്ചത് കേട്ടാ. കൊണക്കാന്ന് കേട്ടാ നിങ്ങളാണ് അടിച്ചത്. നീ പൊത്തി വായി നീ പറയണെങ്കിൽ ചെയ്താൽ മതി. നിനക്ക് പ്രശ്നം നീ പുറത്ത് ചെയ്താൽ നീ പറയണ പഠിപ്പിക്കണ്ട. നിനക്ക് എന്തായാലും കൊറേ നേരം പറഞ്ഞു. ഇനി വർത്താനം പറയില്ല. എടാ കാറാ വണ്ടിക്കാരൻ ഓന് ഡയലോഗ് അടിക്കുന്നു. കാറാ വണ്ടി എടുക്കുക. ഇവൻ ഇന്ന് കക്കൂസല്ല, ഇന്ന് പോര ഫുൾ ക്ലീൻ ആയിപ്പോയി. ഞാൻ വണ്ടി എന്ന് പറഞ്ഞ ഇവനിന്ന് വണ്ടി ഇറങ്ങണം. സ്വൈഡ് വണ്ടി ഇറങ്ങാം. പിന്നെ അവന്റെ ഒക്കെ കൊണ ഞാനൊന്നും പറയുന്നില്ല. നമ്മളവലെ അടിച്ച അവനൊക്കെ നിനക്ക് ഗണ്ണുണ്ട് മാത്രം അടിച്ചാൽ ഇത് തുടങ്ങൂല. മനസ്സിലായ? കൈകൊണ്ട് അടിച്ചാലും തുടങ്ങാൻ പറ്റും. മനസ്സിലായോ? നിനക്ക് കൊണയല്ലേ? നിന്നെ ഡെറ്റക്സിന് അങ്ങോട്ട് പോയിട്ട് ഉണച്ചാൽ മതി കേട്ടാ. ഞാനടുത്ത് ഉണക്കാൻ നിൽക്കണ്ട. ഇവിടെ പറയാ ആ നിർത്തി. വണ്ടി എടുത്ത നമ്മളടുത്ത് വണ്ടി എടുത്ത്. അവരെന്തോ പറയണ്ടാ. അവരെന്തോ ജനക്സ് എന്തോ പറഞ്ഞണ്ടാ റേഡിയോയില്. ഗ്യാങ്സ് ഇനി പുറത്തിരുന്നാലും നിയമം പഠിപ്പിക്കുന്നുണ്ടോ മോനെ?
LLB കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെന്തെങ്കിലോ ജഡ്ജ് കഴിഞ്ഞ് എന്നെ വാ തുറക്കൂലേ ഇനി വാ തുറക്കണേ പുറത്തുനിന്ന് ഓർഡർ തുറക്ക് എന്റെ തൊള്ളന്ന് വരുന്ന കേൾക്കണ്ട തുറക്ക് എന്തെല്ലാം നേരത്തെ കൊണച്ചില്ല കൊണക്ക് ബ്രോ അല്ല കൊണക്കുന്നല്ല ബ്രോ നിങ്ങൾ ഇപ്പൊ ഞാൻ എടുത്തോണ്ട് എക്സാമ്പിൾ പറയാം ഇപ്പൊ Arbor നിങ്ങൾക്ക് Rules മുതുക്കിനാണ് അടിച്ചിട്ട് നാളെ എന്നോട് പറഞ്ഞത് അതായത് മോണെ നീ പറയുന്നല്ലേ നമ്മളെയൊക്കെ നിന്നോട് അങ്ങോട്ട് പാന്റ് ഷൂ വേറെ നോക്കൂലും ചാറ്റ് ചില്ലുന്നു വയ്ക്കാതല്ലേ കേസ് പാന്റ് ഷൂ ബ്രോ ഇപ്പൊ അടിച്ചിട്ടൂലോ അപ്പൊ അടിച്ചിട്ടല്ല പറഞ്ഞു കേട്ടോ കേട്ടോ മാസ്ക് ബ്രോ അപ്പൊ 2 ഡിഷിലായില്ലേ ഞങ്ങളുടെ സൈറ്റ് ഇനി മൂന്നാമത് ഒന്നുകൂടി വരും നിന്നോട് പണ്ണാനായിട്ട് മാസ്ക് ഒരാലോ അകത്തോട്ടങ്ങ് കയറിക്കോ ഈ തീറ്റ ഡ്രസ്സും കൂടെ അങ്ങ് വരും ആ തീറ്റ ഡ്രസ്സും കൂടെ അങ്ങ് വരും അങ്ങനെ നല്ല സുഹൃത്തുവാ നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ നമുക്ക് ഇരുന്നോ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ആക്ച്വലി എന്തായിരുന്നു പ്രശ്നം ഞങ്ങളോട് പറഞ്ഞത് ഇനി ഇരിക്കും മുത്തേ വന്നിരിക്കും അനക്ക് സിറ്റിയിൽ എനിക്കറിയാം ബ്രോ മീൻസ് നമ്മളൊരു പെൺപിള്ളേരോട് നമ്മള് നൈസായിട്ട് സംസാരിച്ച് വരുമ്പോഴത്തേനും ഒരു നിനക്കറിയാവോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് തള്ളി വിടുവാ ആ കുട്ടിയുടെ ഫ്രണ്ടില് മനസ്സിലായോ തള്ളി ഇറക്കണതിന്റെ ഇടയിലാണ് തള്ളിട്ടെ ഞാൻ അവനോട് റേസ് ആയിരുന്നു നീ എന്തിനാണ് ഇതൊക്കെ നശിപ്പിക്കുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോ ഞാൻ എത്ര രൂപയുടെ 70,000 അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ റെഡി ശരിയല്ല. അവൻ ഭയങ്കര മോശം അഴിക്ക ചെറുക്കനാ. കാരണം കേട്ടാ ഈ സൊറാക്സോ അവന് കൂടെ ഇതാണ് പ്രശ്നം മനസ്സിലായോ. അവന്റെ കൂടെ നടന്നുകൊണ്ടാണ് അവൻ പോലും ഡൗൺ ആയത് മനസ്സിലായോ. എന്റെ പേര് സെനോൺ. നീ നിക്കറൊക്കെ ഇട്ടോ ഇനി കുഴപ്പമില്ല. പാന്റ് ഇട്ടോ ഇല്ലെങ്കിൽ പ്രശ്നം വേറെ ഇപ്പൊ ഞാൻ പറയാം MRC ആയിട്ട് ഇപ്പൊ സിറ്റുവേഷൻ ആവുന്നതിന്റെ അല്ല ഇപ്പം ഒരു പെൺവിഷയത്തിനാണ് സിറ്റുവേഷൻ ആയത്. പെൺവിഷയല്ലടാ അതല്ല സിറ്റുവേഷന് ഇതിപ്പോ ഓന് ഇടിച്ചിട്ട് കൊന്നാന്ന് ഓനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല അത്യം പറഞ്ഞല്ലേ. ഇതാരാ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കളിക്കുന്ന അതല്ല ബ്രോ ഇപ്പൊ ഒരു മുതുക്കി വന്ന ഒരു അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ കുഴപ്പമില്ല. ഇത് ഇപ്പൊ ബ്രോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാന് ഹെൽമെറ്റ് ഇടാൻ പോവായിരുന്നു. ഞാൻ സെലക്ഷൻ കൂടി അതിന്റെ ഇടയിൽ സിറ്റുവേഷൻ വന്നത്. ഈ ഹെൽമെറ്റ് നിർത്താൻ പോകുന്നതിന് നിനക്ക് പ്രീ സേവ് ചെയ്ത് വെച്ചൂടെ തലയിലോട്ട്. കണ്ട ഒരു ബട്ടൺ ഒക്കെ ഇങ്ങനെ വരണം ഹെൽമെറ്റ് മനസ്സിലായോ. ഏത് കോസ്റ്റ്യൂം നല്ല പയ്യന്മാർ ഇവിടെ വേണം. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇല്ലാത്ത നോണയൊക്കെ ആലോചിച്ച് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ആലോചിച്ച നോണകളൊക്കെ പറഞ്ഞ ആ കുട്ടീനൊന്ന് മിണ്ടാതെ ഒന്ന് സംസാരിച്ചൊന്ന് പോവുമായിരുന്നു. 2 പ്രാവശ്യം വന്നു. ഓക്കെ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞു വിട്ടു. അവൻ 100, 110 ഒന്ന് ഇടിച്ചിടുമ്പോഴും നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ആ കുട്ടീനെ കണ്ടിട്ട് എന്റെ ഓറ മൈനസ് ആയില്ലേ. സഹോദരാ ഇവൻ എനിക്ക് എന്റെ കൊച്ചിനോട് പോകാൻ പറ്റത്തില്ല. വിഷമം പറിച്ചിട്ട് മടുത്തു. ഇവൻ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടാൻ നമ്മൾ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ ഓറ ഫുള്ള് മൈനസ് ആയില്ലേ. ഇതെന്താണിത് ഏമാരെ കൂടെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ പെണ്ണോട്ട് നീ ഒന്ന് ആലോചിക്കും. ഏമാരെല്ലാം പുഷപ്പ് അടിച്ച് കിടക്കുന്ന ടീംസ് ഇല്ലാത്ത ടൈമിലാണ് കഷ്ടകാലത്തിന് ഞാൻ മനസ്സിലായില്ലേ ഇവരെയും കൊണ്ടുവന്നത്.
ആ കുട്ടീനെ കൊണ്ടുവന്ന് സെറ്റാക്കാൻ നോക്കിയത്. നമ്മളല്ലേ ഇപ്പൊ നോക്കിയത് ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടില്ലേ? ഇപ്പൊ ഇനി എനിക്ക് പെണ്ണ് കിട്ടത്തില്ല, ഇനി പെണ്ണ് കിട്ടൂല. ഇതാണ് അവസ്ഥ. സംഭവം അത്രേ ഉള്ളൂ. നമുക്ക് വേറെ എന്താ സിറ്റുവേഷൻ? നീ ഒന്നുമില്ല. അടിച്ചു ഈശോക്കുട്ടി പറയണമെന്ന് കേട്ടു. ഓക്കെ, ഈശോനെന്ന് പറഞ്ഞു. പറഞ്ഞു ഇനി എത്ര ആളെ ഗ്യാങ് ഈശോക്കുട്ടി നമ്മളെ മനസ്സിലായോ? ഡെത്ത് എക്സിൽ നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുണ്ട്. നീ ഒന്ന് പറഞ്ഞു കൊടുത്ത ആ ഡെത്ത് എക്സിലുള്ള നല്ലവനൊന്ന് എന്താ ചെയ്തെന്ന് പറഞ്ഞോട്ടെ. ആണോ? അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാരും സെനോൺ മോനെ ഈശോക്കുട്ടി പറയണമെന്ന് കേട്ടെ. ഈശോക്കുട്ടി പറഞ്ഞു. ഈശോക്കുട്ടി പറഞ്ഞു. ആ നമ്മളവിടെ ഇരുന്നപ്പോ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അല്ല 2 വട്ടല്ല 3 വട്ടം അത് പറഞ്ഞോ. അപ്പം സാധാരണ ഇരിക്കുമ്പം ബുദ്ധിയില്ലാത്ത 3 എണ്ണം വണ്ടി എടുത്ത് വന്ന് അതില് 2 വട്ടം 3 വട്ടം ഒരു വണ്ടി ഓടിക്കാത്ത വണ്ടി കേറിയില്ല. അല്ല ഒരു വണ്ടി ഓടിക്കാത്ത ശ്രമിച്ച് വണ്ടി കേറിയില്ല. 4ാമത്തെ വട്ടം പെട്ടെന്ന് ഡ്രൈവറുമായി എന്നെ ഇടിച്ചിട്ടപ്പോ എനിക്ക് വിഷമമായോ ഇല്ലയോ? വിഷമായി. ഇതാണ് പ്രശ്നം. മനസ്സിലായോ? താങ്ക് യു വെരി മച്ച് ഈശ. ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നേരത്തെ ചൂടായി സോറി ട്ടാ. ഈശാക്കുട്ടി പോയി. അല്ല മച്ചോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. വിഷമമായിടാ എന്നെ മച്ചോ, നേരത്തെ ചൂടായി സോറി ട്ടാ. എടാ മുത്തേ, നിന്റെ അടുത്ത് ഞാൻ ചൂടായ വേറെ ഇത്ര നിക്കുമ്പോ വന്നിട്ട് മറ്റേ റൂൾ ഫേസ് ക്യാം ഇല്ലടാ. ഫേസ് ക്യാം നൈറ്റ് ഈ പ്രണവം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ വീറും കൊണ്ടാണ് ആൾക്കൊണ്ടേ ഇത്ര വലിയ കുട്ടിയെ ദുനിയാവ് കാണൂല. വണ്ടി ഇടിച്ച ഒരു കുട്ടി എടുത്തിട്ട് ആരായാലും ദേഷ്യം വരത്തില്ലേ? അതുപോലെ നമുക്ക് ദേഷ്യം വന്നത്. അല്ലെങ്കിൽ നമ്മള് മനുഷ്യരല്ലടാ, നമുക്ക് ആണുങ്ങളല്ലേ നമ്മള്. ഈ പ്രണവം കണ്ട ഈ ചൂലിന്റെ മുടി പോലിരിക്കണം. ഇവന്റെ മനസ്സുണ്ടല്ലോ, മാടപ്രാവിന്റെ മനസ്സാണ്. സത്യം ഇവിടെ ഒരുത്തുണ്ട് ബുള്ളെന്ന് പറഞ്ഞിട്ട്. അവൻ അമ്മിണി പശുവിന്റെ മനസ്സാ കേട്ടാ. ഞാൻ മനസ്സിലെ കോലിടാ. എന്റെ അത്ര നല്ല മനസ്സ് ഈ കൂട്ടത്തിൽ ആർക്കും ഇല്ല. കോലിടുന്ന പോലെ എന്തൊരു വൃത്തിയുടെ പറഞ്ഞത്. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ മാക്കിന്റെ സ്വഭാവം ശരിക്കുള്ള സ്വഭാവം കാണാമായിരുന്നു. പെണ്ണായിരുന്നെങ്കിൽ നീ കണ്ടായിരുന്നു. ഇല്ല സെനോടെ, അനക്ക് വിഷമം വരും. മനസ്സിലായി. എന്റെ ഫാമിലിയിലുള്ള ഒരാളാണ് ഈ റബ്ബി. മനസ്സിലാവും. വരാനുള്ള ഇത് ഫുഡ് വല്ലാണ്ട് ഓവറായിട്ട് വിഷയപ്പടിച്ചതാ. അതാ പറ്റിയ. ഞാൻ പറയണെന്ന് വെച്ചാൽ ഈ അരിക്ക പയലുകളോടൊന്നും നീ കൂട്ടുകൂടല്ലേ? മനസ്സിലായോ? നീ മുന്നേ അവസാനം അങ്ങനെ ആയിപ്പോ. മനസ്സിലായി. ഈ അരിക്ക പയലുകൾ കൊള്ളൂല. ചീത്ത പയ്യ ഇഷ്ടമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഇവിടെ ഒരു സിറ്റുവേഷൻ ആവേണ്ട ഒരു മെയിൻ കാര്യം. നിങ്ങൾ ഇടിച്ചു. ഇവ സാധാരണ ആര് വേത്ത് വണ്ടി ഇടിച്ചാലും ഒരു സംസാരിച്ചോണ്ടിരിക്കുമ്പോ കിടന്ന് വണ്ടി കയറ്റി ഭയങ്കര ഇതാണ്. അതിപ്പോ ഞാൻ പറഞ്ഞു റേഡിയോ പറഞ്ഞു സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ചോദിച്ചത്. ഇവന് ബുദ്ധി ഉണ്ടാട്ടാ. ഇവന് ആ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഇവ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പഴേ ഒരു കാര്യം പറയണേ. ഈ പയ്യന്റെ പേര് മുടിയൊക്കെ ഓർത്ത് വെച്ചോ. റീവാറിന് ഇവര് ഡൗൺ ആവുകയാണെങ്കിൽ ഈ പയ്യനെ കത്തിക്കല്ലോ കേട്ടോ. ഈ പയ്യനെ മാറ്റിട്ടേക്കെ കേട്ടോ. മറക്കല്ലേ, ഈ പയ്യനെ മാറ്റിട്ടേക്കണേ. തമാശ സെനോണെ, നിന്നെ കത്തിക്കല്ലോ. ഞാൻ തരുന്ന വാക്ക് മനസ്സിലായില്ലേ? ഒരു കാര്യം പറയട്ടെ. അല്ലല്ല അതല്ലണ്ടാ, മിക്കവാറും ഓനെ ഗ്യാങ്ങ് പുറത്താക്കട്ടെ ഇങ്ങനെയാണെങ്കില്. പാവം ചക്ക സത്യ ബലാത്സംഗത്തിന് കേസ് കൊടുക്കും വീട്ടിൽ പോയിട്ടാ. ക്ഷമിക്കണം. ആ വിഷമത്തിന് മാപ്പിൽ ഹഗ് കൊടുക്കും. സോറി ഫ്രം മൈ സൈഡ്. ഓക്കേ, പറഞ്ഞോളൂ.
ആ, ഓക്കെ ഓക്കെ